ഹായ് എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ഐറ്റമാണ്. അടിപൊളി ഒരു ഫിഷ് ഐറ്റമാണ് ഫിഷ് 65. നിങ്ങൾ ചിക്കൻ 65 കഴിച്ച് കാണും. അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷ് 65 എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫിഷ് 65 എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഫിഷ് 65 ഉണ്ടാക്കാനെ കൊണ്ട് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ചൂര മീനാണ്. അപ്പോൾ നമുക്ക് ഈ ചൂര മീൻ ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു അരപ്പ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തു. മീനിട്ടിട്ട് നമുക്ക് കോൺ പൗഡറാണ്, ചോളപ്പൊടി, അതൊരു ടേബിൾ സ്പൂണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയേ. നമ്മളിപ്പോൾ 1/2 കിലോ മീനേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിത് മൈദയാണ്. മൈദയും 1 ടേബിൾ സ്പൂൺ നമുക്കിട്ട് കൊടുക്കാം. ശേഷം ഇത് ഇഞ്ചിയും പൂണ്ടും, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. നമ്മളിപ്പം 1/2 കിലോ മീൻ എടുത്തിട്ടുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പിട്ടോ. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി പൗഡർ. കാശ്മീരി ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ കാശ്മീരി പൊടി. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ സോയാ സോസാണ്. അത് ഒരു 1/2 ടേബിൾ സ്പൂണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫൈനലി നമ്മൾ ഇതിനകത്തോട്ടൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അരപ്പ് നമ്മുടെ മീനിൻ്റെ മണ്ടയ്ക്ക് പറ്റണം, നല്ലോണം മിക്സ് ചെയ്യണം നമുക്ക്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ എല്ലാ കഷ്ണത്തിലും നമ്മുടെ അരപ്പ് പറ്റണം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ പുറത്തോട്ട് തൂവി കൊടുക്കണം. അപ്പം നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, ബ്ലാക്ക് പെപ്പർ. ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂറത്തേക്ക് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഫിഷ് നല്ലോണം മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ നമുക്കിതൊന്നും വറുത്തെടുക്കാം. ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. ദേഹത്ത് ചെറിക്കാതെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് തിരിച്ചിട്ടേക്കാം. ശ്രദ്ധിച്ച് തിരിച്ചിടണം, എണ്ണ തെറിക്കരുത് ദേഹത്തോട്ട്. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതങ്ങ് കോരിയേക്കാം. അടിപൊളിയായിട്ട് ഇതേ നല്ല മുറ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സെറ്റും കൂടി കോരിയെടുക്കാം. ശ്രദ്ധിച്ചിടണം. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റും വറുത്ത് കോരിയെടുത്ത്. അപ്പോൾ നമ്മുടെ ഫിഷ് അടിപൊളിയായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനെ കൊണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും സവാളയും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം. അതും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്യാനെ കൊണ്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് മൂത്തും എടുത്താൽ മതി നമുക്ക്. ഞാൻ അതിനാണ് ഈ കണ്ണാപ്പയ്ക്കകത്ത് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് 3 വറ്റൽമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഗാർണിഷ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് 65 അടിപൊളിയായിട്ട് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല കറുമുറാന്ന് വന്നിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കറുമുറാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ കാണാനെ കൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ വരുന്നത് വരെ ബൈ.